നമസ്കാരം. ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കോടാലി താളുപാടം മുപ്ലിയിൽ വീട്ടുമുറ്റത്ത് പുലി ഇറങ്ങി. മുപ്ലി ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്താണ് പുലി ഇറങ്ങിയത്. പരിയാരം മഹാത്മാ ഗ്രാമവികസന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റോഡുകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ആളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വെള്ളാഞ്ചിറയിൽ നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1990 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. നടന കലാകായിക വേദി മോനടിയുടെ ആഭിമുഖ്യത്തിൽ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. ആമ്പല്ലൂർ ചൈതന്യ നഗറിലെ കൂട്ടായ്മയുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി വയോജനങ്ങളെ ആദരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. കോടാലി താളുപാടം മുപ്ലിയിൽ വീട്ടുമുറ്റത്ത് പുലി ഇറങ്ങി. മുപ്ലി ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്താണ് പുലി ഇറങ്ങിയത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. പുലിയുടെ അലർച്ച കേട്ട് ജോസഫിന്റെ മകൻ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് വീട്ടുമുറ്റത്ത് പുള്ളിപ്പുലിയെ കണ്ടത്. പുലിയുടെ ദൃശ്യങ്ങൾ ഇവരുടെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. പുലിയെ കണ്ടതോടെ ജോസഫിന്റെ വീട്ടിലെയും പരിസരത്തെയും വളർത്തുനായ്ക്കൾ കൂട്ടത്തോടെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. വീട്ടുമുറ്റത്ത് പുലി ഇറങ്ങിയതോടെ പരിസരവാസികളും ഭീതിയിലാണ്. നാട്ടുകാർ ഇഞ്ചക്കുണ്ട് ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചു. കുറച്ചു നാളുകൾക്ക് മുൻപ് മേഖലയിൽ പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു. പരിയാരം മഹാത്മാ ഗ്രാമവികസന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റോഡുകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ചാലക്കുടി വാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സിനു അരിമ്പൂപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് തോമസ് തെക്കേക്കര അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു മാടവന, PP ആഗസ്റ്റി, ഡാലി വർഗീസ്, സിനി ലോനപ്പൻ, ജോയി ചില്ലായി, ജോസ് വടക്കൻ എന്നിവർ പ്രസംഗിച്ചു. മഹാത്മാ ചിൽഡ്രൻസ് ക്ലബ്, എൽഡേഴ്സ് ക്ലബ് എന്നിവർ സൊസൈറ്റി പ്രവർത്തകർക്കൊപ്പം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിയിൽ പങ്കാളികളായി. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ 1, 2, 13, 14, 15 എന്നീ വാർഡുകളിലെ റോഡുകളിലെ പ്ലാസ്റ്റിക് മാലിന്യമാണ് നീക്കം ചെയ്തത്. പരിയാരം പഞ്ചായത്ത് മാലിന്യ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മഹാത്മാ സൊസൈറ്റിയും ചിൽഡ്രൻസ് ക്ലബും ഒത്തുചേർന്ന് പ്ലാസ്റ്റിക് ശേഖരണം എന്ന ലക്ഷ്യം മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മഹാത്മാ സെക്രട്ടറി OS വിജയൻ, ജോസ് ആചാണ്ടി, രേഷ്മ, പ്രിയ, ഫ്രണ്ട്സ് ക്ലബും കിളിക്കൂട് ക്ലബുമാണ് ഇതിൽ ഒത്തുചേർന്നിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ശേഖരിക്കുക എന്ന ലക്ഷ്യമാണ് ഇത്. സമൂഹത്തിന് നല്ലൊരു മാതൃക നൽകുക എന്ന ലക്ഷ്യമാണ് ഇവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. കുട്ടികളോടൊപ്പം എല്ലാവരും സഹകരിച്ച് ഈ പ്രവർത്തനം നല്ല രീതിയിൽ വിജയിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വെള്ളാഞ്ചിറയിൽ നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് AR ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു ഷാജു, ആളൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിബിൻ പാപ്പച്ചൻ, ബാങ്ക് ഡയറക്ടർമാരായ NJ ജോയ്, EK ഗോപിനാഥ്, MB ലത്തീഫ്, സെക്രട്ടറി AT ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അവർക്ക് നൽകാൻ കഴിയുമാറ് കർഷകരോടൊപ്പം പ്രതിജ്ഞാബദ്ധതയോടുകൂടി നിലകൊള്ളുകയും എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്യുന്ന ഈ ബാങ്കിൻ്റെ വികസന വഴികളിൽ ചില പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുമ്പോൾ ആ സന്ദർഭങ്ങളിൽ അവിടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ബാങ്കിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മളും സാക്ഷ്യം വഹിച്ചു എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട്. വളരെ ദിശാബോധത്തോടെ ആശയവ്യക്തതയോടെ
ശ്രീ ഡേവിസേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ ബാങ്കിനെ നയിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1990 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. ശലഭം 2024 എന്ന പേരിൽ രാവിലെ 10 ആരംഭിച്ച ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്റർ സജിത് കുമാർ അധ്യക്ഷനായി. പൂർവാധ്യാപകൻ ഇളയത് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ കലാപരിപാടികൾ, പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ, സ്നേഹവിരുന്ന്, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പൂർവ്വ സ്മൃതികൾ പങ്കുവയ്ക്കൽ എന്നിവ നടന്നു. സ്കൂൾ പ്രധാന അധ്യാപിക ഉഷ VM, ഹയർ സെക്കൻഡറി അധ്യാപകൻ രാജേഷ്, പൂർവ്വ അധ്യാപകരായ വിജയരാഘവൻ, രാമൻകുട്ടി, വിമല, ശാരദ, രാജലക്ഷ്മി, കനക, പൂർവ്വ വിദ്യാർത്ഥികളായ രാജേഷ് ടി, പ്രീതാബായി എന്നിവർ സംസാരിച്ചു. നടന കലാകായിക വേദി മോനടിയുടെ ആഭിമുഖ്യത്തിൽ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. മോനടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനത്തായിരുന്നു മത്സരം. നാദം ആർട്സ് നെല്ലായി, യുവതാര കലാവേദി കോൾക്കുന്ന്, മൈഥിലി വനിതാ ഓണം കളി സംഘം എന്നിവർ പങ്കെടുത്തു. പരിപാടിക്ക് നടന കലാകായിക വേദി പ്രവർത്തകരായ അഭിലാൽ VS, അനീഷ് NM, അഖിൽ NS തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇളം തെന്നല കവർന്നതല്ലേ മുടിപ്പൂക്കളെ. ആമ്പല്ലൂർ ചൈതന്യ നഗറിലെ കൂട്ടായ്മയുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി വയോജനങ്ങളെ ആദരിച്ചു. വാർഡ് മെമ്പർ പ്രിൻസൻ തയ്യാലക്കൽ 15ഓളം വയോധികരെ പൊന്നാടയണിയിച്ച് സ്നേഹോപഹാരം നൽകി. സംഘാടകരായ VP ദിനേശ്, PK ഹരിദാസ്, VP രതീഷ്, AK സുബ്രൻ, ഷാജി, ആദിലക്ഷ്മി എന്നിവർ സംസാരിച്ചു. നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൊടകര ഏകലവ്യ കലാകായിക സമിതിയും കൊടകര ഒയാസിസ് ക്ലബും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. കൊടകര ഗാന്ധി നഗറിൽ ഓണനിലാവ് 2024 എന്ന പേരിൽ നടത്തിയ പരിപാടി പുതുമുഖ ചലച്ചിത്ര താരം ഗോകുൽ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒയാസിസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി TG അജോ, ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് ഷജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ക്ലബ് അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു. തുടർന്ന് തൃശൂർ കൈതോല നാടൻപാട്ട് കൂട്ടത്തിന്റെ നാടൻപാട്ട് നടന്നു. ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ. മാത്രമല്ല, ഈ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാതിരി തന്നെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നമ്മളിവിടെ നന്ദിക്കര പറപ്പൂക്കര മാപ്രാണം റോഡിൽ മുത്രത്തിക്കര ഭാഗത്ത് 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധം. കോൺഗ്രസ് മുത്രത്തിക്കര വാർഡ് കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി എത്തിയത്. കോടികൾ ചിലവിട്ട് നവീകരിക്കുന്ന റോഡ് കരാറുകാരന്റെ അനാസ്ഥയിൽ പാതിവഴിയിൽ മുടങ്ങിയ അവസ്ഥയാണ്. റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തത് മൂലം നിരവധി അപകടങ്ങളാണ് സംഭവിച്ചത്. അധികൃതർ ഇടപെട്ട് റോഡിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ഷാജു മാണിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MK രാജേഷ് കുമാർ,
INTUC പറപ്പൂക്കര മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് മേപ്പുറത്ത്, ബിജു പയ്യപ്പള്ളി, NM പുഷ്പാകരൻ, KU നിത്യാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. BMS കൊടകര മേഖലയിൽ വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് പ്രകടനം നടത്തി. പ്രകടനത്തിൽ മേഖലാ സെക്രട്ടറി രാമൻ, മേഖലാ പ്രസിഡന്റ് പ്രകാശൻ വെള്ളയത്ത്, മേഖലാ ട്രഷറർ മിഥുൻ, പഞ്ചായത്ത് സെക്രട്ടറി വിപിൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ബിജേഷ് എന്നിവർ കൊടകരയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6850 രൂപ, പവന് 54,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടാലി താളുപാടം മുപ്ലിയിൽ വീട്ടുമുറ്റത്ത് പുലി ഇറങ്ങി. മുപ്ലി ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്താണ് പുലി ഇറങ്ങിയത്. പരിയാരം മഹാത്മാ ഗ്രാമവികസന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റോഡുകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ആളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വെള്ളാഞ്ചിറയിൽ നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1990 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. നടന കലാകായിക വേദി മോനടിയുടെ ആഭിമുഖ്യത്തിൽ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. ആമ്പല്ലൂർ ചൈതന്യ നഗറിലെ കൂട്ടായ്മയുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി വയോജനങ്ങളെ ആദരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.